ഒരു രക്ഷയില്ല. സോഷ്യൽ മീഡിയ കത്തിക്കാൻ വേണ്ടി ഒരു ചെറിയ ശരി നമ്മളിത് കൊടുത്തിട്ടുണ്ട്. മലയാള സിനിമയിലെ എക്കാലത്തെ എല്ലാ റെക്കോർഡും, സകലമായ റെക്കോർഡ്, ടീസറിന്റെ റെക്കോർഡ്, ട്രെയിലറിന്റെ റെക്കോർഡ്, ഇനി ഇറങ്ങാൻ പോകുന്ന ഇനി ഒരു മലയാള സിനിമയിലെ മുഴുവൻ റെക്കോർഡുകളും എമ്പുരാൻ എന്ന ഈ ചരിത്രത്തിലൂടെ നമ്മൾ തിരിച്ചു പിടിക്കാൻ ആഗ്രഹിക്കുകയാണ്. എമ്പുരാൻ തമ്പുരാനാക്കാൻ വേണ്ടിയാണ് ഈ കണ്ട മുഴുവൻ ആൾക്കാരും വന്നത്. ഈ തമ്പുരാൻ എഴുന്നള്ളത്തിന് വേണ്ടി മാത്രം ഇത്രയും ക്രൗഡാണെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത, നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ അത്രത്തോളം എല്ലാ റെക്കോർഡുകളും ഭേദിക്കുമെന്ന് യാതൊരു സംശയമില്ലാത്ത ഒരു വലിയ ആവേശത്തിലാണ് ലാലേട്ടൻ ഫാൻസ് എല്ലാവരും. അടിപൊളിയായിരുന്നു. മലയാള ഇൻഡസ്ട്രി ഇതുവരെ കാണാത്ത വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും എപ്പോഴും, അത് ഉറപ്പായിരിക്കും. സിനിമയായിരിക്കും എന്തായാലും. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എന്തായാലും കാണാൻ അടിപൊളിയായിട്ട്. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ എടുത്ത് പറയേണ്ട കാര്യമുണ്ട്. അടിപൊളിയായിരിക്കും ഉറപ്പാ. ഒരു ടീസറിന് ഇങ്ങനെയാണ് ഈ പടത്തിന് ഗംഭീരം. 2 മിനിറ്റ് ടീസർ ഇത്രയും ഗംഭീരമായിട്ട് ചെയ്തത്, അത്ര സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഗംഭീരം. എല്ലാവരും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. 2 മിനിറ്റേ ഉണ്ടായിരുന്നു, അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. സൂപ്പർ. ഒരു ഇംഗ്ലീഷ് പടം കണ്ടതിന്റെ ട്രെയിലർ കണ്ടതുപോലെ അത്ര അടിപൊളി. എല്ലാരും പറഞ്ഞു ലാലേട്ടന്റെ മോശം ഫേസാണ്. ഈ മോശം ഫേസിൽ പോലെ ഇത്ര ആളുകൾ മലയാളത്തിലെ ഏത് നടന് അല്ലെങ്കിൽ ഏത് ഫാൻസ് അസോസിയേഷന്റെ കഴിവട്ടെന്ന് കാണിച്ചു കൊടുക്കുന്നത് നമ്മൾ. ഇതാണ് ലാലേട്ടന്റെ പവർ, ഇതാണ് ലാലേട്ടന്റെ പവർ. എത്രയൊക്കെ ബാഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് മാത്രം മതി. പരാജയങ്ങൾ ചിലപ്പോൾ നമുക്ക് എന്താ ഒരുപാട് ഡ്രോബാക്കുകൾ ഉണ്ടാക്കും. പക്ഷേ എന്താ അല്ലെങ്കിൽ വിക്ടറീസ് നമുക്ക് ഒരുപാട് ഫാൻസിനെ ഉണ്ടാക്കും. പക്ഷേ ഈ പരാജയ ഘട്ടത്തിൽ ഇത്രയായിരം ആൾക്കാർ ലാലേട്ടന് വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതാണ് സ്റ്റാർഡം. ലാലേട്ടൻ മാത്രം. ലോയൽ ഫാൻസ് എല്ലാരും പറയുന്നത് ടോക്സിക് ആണെന്ന്. അതെ, ടോക്സിക് ആണ്. ലോയൽറ്റി ടോക്സിക് ആണെങ്കിൽ ടോക്സിക് തന്നെയാണ് ലാലേട്ടൻ. മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു നടന്റെ പേരിൽ ഒരു ടീച്ചർ ഷോ വയ്ക്കുക. അത് കേരളത്തിൽ ഇവിടെ തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്ത് തന്നെ വെഞ്ഞാറമ്മൂട്, കൊല്ലം, പിന്നെ GCC ഗൾഫ് രാജ്യങ്ങളിലെല്ലാം ടീച്ചർ വയ്ക്കുകയാണ്. ഇത് ഒരു നടൻ അവകാശപ്പെടാൻ പറ്റാത്ത രീതിയിലാണ് ടീച്ചർ റിലീസ് ചെയ്തിരിക്കുന്നത്. ടീച്ചർ റിലീസ് ചെയ്യുക മാത്രമല്ല, അത് ഹൗസ്ഫുൾ ആവുക, അതിനുവേണ്ടി എത്ര മണിക്കൂറാണ് നിന്നതെന്ന് നിങ്ങളെല്ലാം കണ്ടു. ഇത് ചരിത്രത്തിൽ മലയാളത്തിൽ ഒരു നടൻ ഇത്രയും കാലം സമ്പാദിക്കാൻ പറ്റാത്ത കാര്യമാണ്. മലയാളത്തിൽ ആദ്യത്തെ 50 കോടി, 75 കോടി, 100 കോടി, 150 കോടിയൊക്കെ ലാലേട്ടൻ കൊണ്ടുവന്നെങ്കിൽ മലയാളത്തിന് ആഗോള സിനിമ രീതിയിൽ വികസിപ്പിക്കുന്ന രീതിയിൽ, മലയാള സിനിമയെ വാണിജ്യപരമായി വളർത്തുന്ന രീതിയിൽ ലാലേട്ടൻ ഉറപ്പായിട്ട് ഇത് 500 കോടി 100% വരുമെന്ന് നമുക്ക് 150% ഉറപ്പോടുകൂടി പറയാണ്. മലയാള സിനിമയുടെ ഏറ്റവും വലിയ വിജയം എമ്പുരാനാവും. അത് മോഹൻലാൽ ഫാൻസ് അഭിമാനത്തോടു കൂടി തന്നെയാണ് ഇത് പറയുന്നത്. അത് ഞങ്ങളെ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം എന്നാണ് നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അത് അഹങ്കാരം തന്നെയാണ്. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാവാൻ പോവുകയാണ്. എല്ലാവരും കാത്തിരുന്നു. മാർച്ച് 27 എന്ന് പറയുന്ന ദിവസം ലൂസിഫർ ഇറങ്ങി അതേ സീസണിൽ എമ്പുരാൻ ഇറങ്ങുകയും ചെയ്യും. മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയമാവുകയും ചെയ്യും. ടീച്ചർ എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മൾ KGF കണ്ടു, നമ്മളിപ്പം രാജമൗലിയുടെ പടങ്ങൾ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പം മറ്റ് നമ്മള് ഹോളിവുഡിൽ തന്നെ പല പടങ്ങളും കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം മലയാളത്തിൽ ഇത്ര ബഡ്ജറ്റിൽ ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ബോളിവുഡിൽ നിന്ന് ഇത്രയും ബഡ്ജറ്റില് ആ ഒരു ആശീർവാദ് പ്രൊഡക്ഷൻ ആ പടം ഇറക്കുകയും ചെയ്ത് ലാലേട്ടൻ അതിൽ നായകനാക്കേണ്ട ഒരു കോൺഫിഡൻസ് പൃഥ്വിരാജ് കാണിക്കുകയും ചെയ്തു. നമുക്ക് ആ ടീസറിൽ തന്നെ കാണാൻ പറ്റി അത് എന്താണ് ആ പടത്തിലുള്ളത് നമുക്കുള്ളത്. അതായത് നമുക്ക് തന്നെ ഊഹിക്കാം ആ പടം എന്താണെന്ന്. അതായത് ലാലേട്ടൻ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു വരുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീൻ ഓറ, അതായത് അയാളുടെ സ്ക്രീൻ പ്രസന്റ് നമുക്കറിയാലോ, ലാലേട്ടൻ്റെ സ്ക്രീൻ പ്രസന്റ് നമുക്കറിയാലോ. അത് വെറും ഇത്രയും ടീസറിൽ തന്നെ ഒരു 2-3 ഷോട്ട് ലാലേട്ടൻ കാണിച്ചപ്പോൾ പോലും അത്രയും തിയേറ്ററിൽ ഇളങ്ങുകയായിരുന്നു. അതായത് ബാക്കി ഷോട്ട്സും കാര്യങ്ങളൊക്കെ എല്ലാം. അതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ടും ഈ കാര്യം നമുക്ക് പറയാം, ഇതൊരു ഇന്റർനാഷണലി പടമാണ്. അതായത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുമല്ലോ ഹോളിവുഡ് പടങ്ങളെ പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ലെന്ന്. ഉറപ്പായിട്ടും പറയാം, ഹോളിവുഡ് പടങ്ങളെ പോലെ തന്നെ ഇന്ത്യയിലും എടുക്കാൻ പറ്റും. ഇന്ത്യയിൽ മാത്രമല്ല മോളിവുഡിലും എടുക്കാൻ പറ്റും. ആ മോളിവുഡിൽ എടുത്ത പടമാണ് എമ്പുരാൻ. ആ എമ്പുരാൻ ഉറപ്പാണത്, ഉറപ്പാണ്. മാർച്ച് 27 ഈ പറഞ്ഞതിന്റെ ബാക്കി നമുക്ക് കാണാൻ പറ്റും.
ബ്രഹ്മാണ്ഡം മലയാള സിനിമയുടെ തലവര മാറാൻ പോകുന്ന ഒരൈറ്റം. മാർച്ച് 27 ബോക്സ് ഓഫീസ് മലയാള ഇൻഡസ്ട്രിയിൽ ഒരു പുത്തൻ കാൽവയ്പായി സംഭവിക്കും. കളക്ഷൻ 100 കോടി മേളിൽ 500 കോടിയൊക്കെ കേരളക്കരയ്ക്ക് സ്വപ്നം കാണാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ടീച്ചറിന് ഇതേ ഒരു ആവേശമാണെങ്കിൽ പടത്തിന് ഇതിനൊരു ട്രിപ്പിൾ മടങ്ങായിരിക്കും ഇതിന്റെ ആവേശം. ഹെവി സാധനം. പാരകയറ്റം ഇത് ഒരു ചെറിയ പടം എന്നൊക്കെ പറയണ പൃഥ്വിരാജ് സംഭവിച്ചിടത്തേ പറ്റുള്ളൂ. എൻ്റെ ഒരു രക്ഷയില്ല. ഹെവി. നമുക്ക് കൂടുതൽ ഇതിനെ കുറിച്ച് ഒന്നും പറയില്ല. പാരകയറ്റം.